ഹലോ ഗായ്സ്. എന്താണ് നിരക്കൊല്ലം വേണം ഇത് ചപ്പാത്തിയിൽ പെട്ടെന്ന് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാം. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ചായപ്പൊടിയും വെള്ളവും പാത്രവും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. എന്നാൽ പിന്നെ പുറത്ത് പോയൊരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്ന് ഇവർക്ക് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ നേരെ പുറത്തോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് തന്നെ വഴിയൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ എങ്ങും ഒരു കട പോലും കാണുന്നില്ല. ചോദിക്കാൻ ഒരാളെപ്പോലും കാണുന്നില്ലെന്നാണ് ഏറ്റവും സങ്കടം. ലാസ്റ്റ് ഇവിടുന്ന് അവിടെ അറ്റം വരെ നടന്നപ്പോഴാണ് ആ ചേട്ടൻ പറയണത് ഇവിടെ കടയൊന്നുമില്ല, മക്കളെ തിരിച്ചടക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ കണ്ടിട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു ചായ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ 2 വടയും കൂടെ കൊണ്ടുതന്നു. പല്ലിയേക്കാതെ ആ വടയൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ നോക്കി പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺ വോയിസ് വീഡിയോ ആണ് എടുത്തത്. നല്ല നോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വോയിസ് ഓവർ ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നേരെ 2 ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ച് അവർക്ക് ചായ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് തിരിച്ചു പോയി. ഇനി അവിടെ ചെന്നിട്ട് വേണം നേരെ ബീച്ചിലോട്ട് പോയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. അപ്പോൾ ബീച്ചിൽ പോണ റൂട്ടാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വണ്ടിക്ക് പോയതുകൊണ്ട് ഒരുപാട് കറങ്ങിയാണ് അവിടെ എത്തിയത്. ഞങ്ങൾ ആദ്യം ബീച്ചിലെത്തി. ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ രാവിലെ ഒരു എടുത്തായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറകെ വന്നിട്ട് വേണം നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ട്. ഗൈസ്, ഇപ്പോൾ കറണ്ട് അപ്ഡേറ്റ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ക്ലിഫിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോൾ ശരിക്കും നീന്താൻ വേണ്ടി വന്നേക്കണേ സ്വിമ്മിങ്. അപ്പോൾ ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്, തൊട്ടടുത്ത ബീച്ചാണ്. അവിടെ ലൈഫ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. പക്ഷെ എന്നാലും അധികം ഉള്ളിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വർക്കല ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തൊരു ബീച്ചിൽ വന്നേക്കണേണ്. അപ്പോൾ ആ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇപ്പോൾ ദൃശ്യം വരുന്നതായിരുന്നു. ഏത് അത് ഞങ്ങൾ നടന്ന് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വർക്കല ബീച്ചിൽ വരുന്നത്. ഞങ്ങളവിടെ വൈപ്പിൻ ബീച്ചിലും പുതുവൈ ബീച്ചിലൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങളല്ല, ഞാൻ. ഫൈനലി ഞങ്ങൾ ബീച്ചിലെത്തി. നല്ല വെള്ളമാണ്. ഇപ്പോൾ ഈ ഒരു ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗോവൻ വൈബ് വരുന്നത് കാണാം. ഭംഗിയുള്ള ബീച്ചാണ്. അത് നോക്കിയേ, ഒരു ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്നത്, അതുകൊണ്ട് എന്തായാലും ഞാൻ ഇറങ്ങും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് കുപ്പിച്ചിലാണ്. വരുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ നടക്കുക. ബീച്ചിലൊക്കെ ഇറങ്ങി എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പൂസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സച്ചു ബീച്ചിലൊന്നും ഇറങ്ങിയില്ല, ഒട്ടും ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും കേൾക്കും. ഹലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റെഡി ആയിട്ട് തിരിച്ച് പോവാണ്. ചെക്കൗട്ട് ടൈം വരുന്നത് 11 മണിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 12 2 മണിക്കൂർ കോംപ്ലിമെൻറ്റ് ചോദിച്ചു.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി ക്ലിഫിലോട്ടല്ലേ പോകണം. ക്ലിഫിൽ പോയി അവിടേക്ക് ഒന്ന് കണ്ടിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാനായിട്ട്. ഒരു 4.5 മണിക്കൂറിന് ട്രാവലിംഗ് ഉണ്ടാവും. ഒന്നുമില്ല കാണാനൊക്കെ. നല്ല വെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ബീച്ചിൽ ഇറങ്ങിയിട്ട് എല്ലാവർക്കും സട്ടാനൊക്കെ അടിച്ചു. നല്ല ഹോം സ്റ്റേ ആയിരുന്നു അല്ലേ? ഹോം സ്റ്റേ ഇഷ്ടമായില്ലേ? ഇഷ്ടമായോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുക്ക് ചെയ്യാനൊക്കെ പറ്റി. രാവിലത്തെ ഫുഡ് കഴിക്കാൻ കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ മന്തി മന്തി ഓർഡർ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റായി. ഇതുവരെ ഫുഡ് കഴിക്കില്ല. എല്ലാരും എന്നെ കളിയാക്കി. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തതും വന്നു, ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് കൊള്ളാല്ലേ സച്ചു? പറഞ്ഞു പറയില്ല. ഉണ്ണി ബിരിയാണി എങ്ങനെയുണ്ട്? അവിടുത്തെ ഫുഡ് കൊള്ളാട്ടോ, അടിപൊളിയാട്ടോ. ചിക്കൻ മന്തി എത്തി. ഞങ്ങളിപ്പോൾ വർക്കല ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കാണാൻ പോലും പറ്റില്ല, നല്ല വെയിലാണ്. സെന്നിൻ്റെ മീറ്റപ്പ് അടങ്ങുന്നുണ്ട്. നല്ല വെറൈറ്റി കളറിലൊക്കെ അടിച്ച് വെച്ചേക്കണ സെന്ന് കാണാൻ പറ്റും. ഭയങ്കര വെയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊന്നും കാണാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ശരിക്കും ഇവിടെ ഈവനിങ് വന്നിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ ഈവനിങ് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ബീച്ച് റോഡ് വഴി തിരിച്ചു പോകുന്ന സമയത്ത് വഴിയരികില് നല്ല ലോലോലേക്ക് ഉപ്പിലിട്ട് ചെയ്യും. ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈവനിങ് വന്നിരുന്നാൽ നല്ല രസമായിരിക്കും. നല്ല കാറ്റൊക്കെ ഉണ്ട്. പൈനാപ്പിൾ എത്ര പീസ്? 10 രൂപ. ഞങ്ങൾ തിരിച്ച് ഹരിപ്പാടെത്തി. എല്ലാ വരുന്നുണ്ടോ? അപ്പൊ അടുത്ത ആൾക്കാരും എത്തിയിട്ടുണ്ട്. രണ്ട് ടീമായിട്ട് 2 വണ്ടിയിലാണ്. അങ്ങനെ അവരും എത്തി. ഇനി നമ്മള് കോഫിയൊക്കെ കുടിച്ച് ഇത് പൊട്ടക്കടൽ ഉറക്കമല്ലിടന്നോ? മല്ലുണ്ട്. അന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നമ്പർ 1, നമ്പർ 2. ഞങ്ങളെ മിസ് ചെയ്തായിരുന്നു നിങ്ങൾക്ക്? ചോദിക്കേണ്ടിയിരുന്നില്ല. കുറച്ചൊക്കെ ഉണ്ട്. ഇനി ഹരിപ്പാടിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ടല്ലേ തിരിച്ചു പോകുന്നത്? പിക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഉണ്ണി ട്രിപ്പ് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായിരുന്നു. എല്ലാ തവണത്തെയും പോലെ ആയിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നില്ല. ഞാനതൊക്കെ അങ്ങനെ വർക്കലയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി നേരെ വീടെത്തിയിട്ട് വീഡിയോ എടുക്കുള്ളൂ. സാധാരണ ഒരു ട്രിപ്പ് പോലെ ആയിരുന്നില്ല, അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ അടിപൊളിയായിരുന്നില്ലേ?
ഇതുപോലെ എൻജോയ് ചെയ്തിട്ടില്ല ആരും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ആ, പറ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ പുല്ലും അത് ചക്കരയും ഫ്രഞ്ച് കിസ് ആയിരുന്നു. ഫ്രഞ്ച് കിസ്. ഈ നേരെ വീട്ടിലോട്ടാണ് എല്ലാരും പോണത്.